രുചക മഹായോഗം എന്ന് പറഞ്ഞാൽ ചൊവ്വ മേടൻ രാശിയിലോ വൃശ്ചികൻ രാശിയിലോ മകരൻ രാശിയിൽ നിൽക്കുമ്പോഴാണ് രുചക മഹായോഗം ഉണ്ടാകും. രുചക മഹായോഗം ഉള്ളവൻ പട്ടാളത്തിലെ പോലീസിലേക്ക് ഉയർന്ന തലയിരുത്തതും അധികാരമുള്ള വ്യക്തികളായിരിക്കും. അതായത് ഭരിക്കാൻ കഴിവുള്ളവരായിരിക്കും അവർ. അതാണ് അവർ കാണുന്നത്. അപ്പോൾ ഈ രുചക മഹായോഗമുള്ളവർക്ക് ആയുസ് കൂടും. ഈ പഞ്ചമഹായോഗമുള്ളവർക്ക് ആയുസ് കൂടും കേട്ടോ. 80 വയസ്സ് വരെയാണ് ആയുസ്. അതുപോലെ ഹംസയോഗം എന്ന് പറയും. വ്യാഴം മീനൻ രാശിയിലോ ധനുരാശിയിലോ അതുപോലെ കർക്കിടകൻ രാശിയിലോ നിൽക്കുമ്പോഴാണ് നമുക്ക് വ്യാഴത്തിന് പവർ കൂടുന്നത്. അപ്പോൾ വ്യാഴത്തിന് പവർ കൂടുമ്പോൾ അതിന് ഹംസയോഗം എന്ന് പറയും. ഹംസയോഗം ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ധനത്തിനായാലും എല്ലാം നമുക്ക് ധാരാളം ലഭിക്കും. നമ്മൾ കഷ്ടപ്പാട് കുറവായാലും നമുക്ക് സാമ്പത്തികം ഉണ്ടാകും. അതുപോലെ ഈ വ്യാഴ കേന്ദ്രങ്ങളിലോ ചന്ദ്രകേന്ദ്രങ്ങളിലോ വ്യാഴവും പരസ്പരം വരിക, ഒരുമിച്ച് യോഗം ചെയ്യുക, ദൃഷ്ടി ഉണ്ടാവുക. അപ്പോൾ വ്യാഴത്തിന് ദൃഷ്ടി എന്ന് പറയുമ്പോൾ 7ലേക്കുണ്ട്, 5ലേക്കും 9ാം ഭാവത്തേക്കും പ്രത്യേക ദൃഷ്ടിയുണ്ട്. ഈ കേന്ദ്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ കേസരി യോഗം എന്ന് പറയും. കേസരി യോഗമുള്ളവർ പഴയ കാലത്താണ് ആനയെ മേടിക്കുന്നത്. ഇപ്പോൾ വാഹനം മേടിക്കും, വീട് ഉണ്ടാക്കും. അവരെന്ത് തൊട്ടാലും അവർക്ക് ഐശ്വര്യ, ഏതിന് തൊട്ടാലും ഐശ്വര്യമായിരിക്കും. അതാണ് കേസരി യോഗം, ഗജകേസരി യോഗം എന്നൊക്കെ പറയുന്നത്. ഹംസയോഗം അത് പറഞ്ഞു, കേസരി യോഗം പറഞ്ഞു. ഇനി അടുത്ത് മാളവി യോഗം. ശുക്രനെ കൊണ്ടാണ് മാളവി യോഗം പറയുന്നത്. ശുക്രൻ മീനൻ രാശിയിലോ തുലാൻ രാശിയിലോ ഇടവൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ മാളവി യോഗം എന്ന് പറയും. മാളവി യോഗമുള്ളവർക്ക് അലങ്കാര വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഗ്രഹം ഇതെല്ലാം ഇഷ്ടത്തോടെ കിട്ടും. ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഭർത്താവിന് വിവാഹശേഷം ഉയർച്ചയുണ്ടാവും. വിവാഹശേഷം എല്ലാ കാര്യങ്ങളും സാധിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, ഇതെല്ലാം ഉണ്ടാകും. അടുത്ത യോഗമാണ് ശശമഹായോഗം എന്ന് പറയും. തുലാൻ രാശിയിലോ മകരൻ രാശിയിലോ ശനി നിൽക്കുമ്പോഴാണ് ശശമഹായോഗം. അത് കർമ്മപരമായിട്ട് വളരെ ഉയർച്ചയാണ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് സക്സസ് ഉണ്ടാവും, വിജയിക്കും. അതാണ് ശശമഹായോഗത്തിൻ്റെ പ്രത്യേകത. ഇനി ഭദ്രമഹായോഗം എന്ന് പറയും. ബുധൻ കന്നിരാശിയിലോ മിഥുനൻ രാശിയിലോ ഒറ്റത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് ഭദ്രമഹായോഗം എന്ന് പറയും. ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ഇടവലഗ്നമാണെന്ന് വിചാരിക്കാം. അതിൽ 2ലാണ് ബുധൻ വരിക. അപ്പോൾ അവർക്ക് ധനം ഉണ്ടായിരിക്കും. മീനലഗ്നത്തിൻ്റെ 7ാം ഭാവത്താണ് ബുധൻ വരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുന്നത് വിവാഹശേഷം നല്ല ഭർത്താവിന് കിട്ടും, നല്ല ഭാര്യയെ കിട്ടും. ധനുരാശിയുടെ 7ാം ഭാവത്ത്, അതായത് മിഥുനത്തിലാണ് ബുധനെങ്കിലും അവർക്ക് നല്ല ഭർത്താവിന് ഭാര്യ കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഒന്നുമില്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. കാരണം ശാപങ്ങളുണ്ട്. ഈ